Good afternoon. Good afternoon. Okay, നിങ്ങൾക്ക് ട്രീസ മിസ്സിന്റെ അവരല്ലേ ഇത്? ടീച്ചർ കുറച്ച് ദിവസത്തേക്ക് ലീവാണ്. അപ്പൊ പകരം ഞാനായിരിക്കും കേട്ടോ ക്ലാസ് എടുക്കുന്നത്. എന്റെ പേര് ആതിര എന്നാണ് കേട്ടോ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ ട്രീസിലേക്ക് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരുന്ന ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് അല്ലേ? പേഷ്യൻസ് അല്ലേ? ഓക്കെ, എവിടെ വരെ എടുത്ത് നിർത്തിയിരുന്നത് കഴിഞ്ഞ ക്ലാസ്സില്? Transfer within the facility. Transfer within the facility അല്ലേ? അത്രയും കംപ്ലീറ്റ് ആണ്. ഫുള്ള് പറഞ്ഞിട്ടില്ല. എക്യുപ്മെന്റ്സ് പറഞ്ഞിട്ടില്ല. ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി കംപ്ലീറ്റ് ആയിരുന്നു ആ പോയിന്റ്സ് ഒക്കെ. യെസ് മാം, ഞാൻ എക്യുപ്മെന്റ് നെസസറി ആണ് പറയാനുള്ളത്. നെസസറി ആണ്. ഓക്കേ ഓക്കേ, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ട്ടോ. ഡിസ്ചാർജ് പ്രോസസ് എടുത്തായിരുന്നു മിസ്? രണ്ടാമത്തെ സെക്കൻഡ് ചാപ്റ്റർ അല്ലേ എടുത്തോണ്ടിരിക്കുന്നേ? ഡിസ്ചാർജ് പ്രോസസ് എടുത്തു. ഓക്കേ, ഓക്കെ, അപ്പൊ നമ്മള് സെക്കൻഡ് ഭാഗത്തേക്കാണ്. ഫസ്റ്റ് ഭാഗം നമ്മൾ എടുത്തിരുന്നു, ടീച്ചർ എടുത്തിരുന്നു. നെക്സ്റ്റ് നമ്മുടെ എക്യുപ്മെന്റ് തുടങ്ങിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിന് ആ ഒരു ഹെഡിങ്ങിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഏതാണ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്, അതായത് പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ഒരു എക്യുപ്മെന്റ് ഏതാണ്? ഏത് എക്യുപ്മെന്റാണ് വേണ്ടത്? ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ട എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? മെസ്സേജ് ചെയ്തേ. ഏത് എക്യുപ്മെന്റ്സ് ആണ് വേണ്ടത്? എടുത്തുകൊണ്ട് പറ്റുമോ പേഷ്യന്റിന്? ഇല്ല. നമുക്ക് വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അവിടെ ഇപ്പൊ ഒരു ആംബുലൻസിലേക്ക് കയറ്റണമെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തൊരു വാഹനത്തിലേക്ക് പേഷ്യൻസിനെ കയറ്റണമെങ്കിൽ ഒരു വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ ഇവിടെ എക്യുപ്മെന്റ് മാത്രമേ നമുക്ക് ഹെഡിങ്ങിന് തന്നിട്ടുള്ളൂ. അപ്പൊ അതൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എക്യുപ്മെന്റ് മാത്രമല്ല, ആവശ്യമായ ഡോക്യുമെന്റ്സും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ആ ഹെഡിങ് നിങ്ങൾ ചെറുതായിട്ട് ഒന്ന് തിരുത്തിയേക്കാം. എക്യുപ്മെന്റ് ആൻഡ് നെസസറി ഡോക്യുമെന്റ്സ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ് എന്നാണ്. എക്യുപ്മെന്റ് ആൻഡ് നെസസറി ഡോക്യുമെന്റ്സ്. എക്യുപ്മെന്റ് ആൻഡ് നെസസറി ഡോക്യുമെന്റ്സ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ്. എഴുതിയോ? എക്യുപ്മെന്റ് ആൻഡ് നെസസറി ഡോക്യുമെന്റ്സ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ് എന്നാണ് കേട്ടോ. അപ്പൊ അങ്ങനെയായിരിക്കണം അത് വായിക്കേണ്ടത്. കാരണം നിങ്ങൾക്ക് എക്യുപ്മെന്റ് മാത്രമല്ല അതിൽ പറയുന്നത്, ഡോക്യുമെന്റ്സും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എക്യുപ്മെന്റ് മാത്രമാകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഒരു എക്യുപ്മെന്റ് അല്ലേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എക്യുപ്മെന്റ് അല്ലേ വരുന്നുള്ളൂ എന്ന രീതിയിൽ ഒരു ഡൗട്ട് വരാം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഹെഡിങ് നമ്മൾ ചേഞ്ച് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. എക്യുപ്മെന്റ് ആൻഡ് ഡോക്യുമെന്റ്സ്. എന്തൊക്കെ എക്യുപ്മെന്റ്സും ഡോക്യുമെന്റ്സുമാണ് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായി വരുന്നത്? അതിലൊന്നാമതാണ് വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചർ ആവശ്യമായിട്ട് വരാം അല്ലെ? ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്ക് വീൽ ചെയർ വേണം, അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ സഹായം ആവശ്യമാണ്. അപ്പൊ അതൊരു എക്യുപ്മെന്റിൽ വരുന്നതാണ് അല്ലെ? അടുത്തത് ഡോക്യുമെന്റ്സ് ആണ് പറയുന്നത്. ഐഡന്റിഫിക്കേഷൻ ലേബൽസ്. എന്തായിരിക്കും ഐഡന്റിഫിക്കേഷൻ ലേബലിൽ വരിക? എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ ഇവരെ കൊണ്ടുപോകുന്ന സമയത്ത് പേഷ്യന്റ് ഇന്ന പേഷ്യന്റ് ആണ് നമുക്ക് തിരിച്ചറിയണം അല്ലെ? അപ്പൊ അതിനു വേണ്ടി അവരുടെ പേര്, അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള മറ്റു ഡീറ്റെയിൽസ് മുതലായ കാര്യങ്ങളെല്ലാം നമ്മൾ ഇവരുടെ കൂടെ വെക്കും. അപ്പൊ ഒരു ട്രാൻസ്ഫർ ചെയ്ത് പേഷ്യന്റ് പോകുന്ന സമയത്ത് അവരൊക്കെ കൊണ്ടുപോയിട്ടുള്ളവരാണെങ്കിൽ എന്തെങ്കിലും കൂടെ പോയിട്ടുണ്ടെങ്കിലൊക്കെ അറിയാൻ പറ്റും. നമുക്ക് അതിനുള്ള രേഖകൾ ഉണ്ടാവും നമ്മുടെ കയ്യിൽ അല്ലെ? ഇന്ന പേഷ്യന്റ് ആണ് വരുന്നത്, ഈ പേഷ്യന്റിന്റെ പേര് ഇന്നതാണ്, ഇന്ന രീതിയിൽ ഇവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നാണ് പോകുന്നതെങ്കിൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടാണ്. ഇപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ പറയുന്നത്? ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ നമ്മൾ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ നമ്മളെ റൂമിൽ നിന്ന് അല്ലെങ്കിൽ വാർഡിൽ നിന്നോ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അതിനുള്ള ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട റെക്കോർഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ ചാർട്ട് ഒക്കെ നമ്മളെ തന്നിരുന്നു അല്ലെ? ഇന്ന പേഷ്യന്റ് ആണ്, ഇന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്, ഇത് അറിയാൻ വേണ്ടിയിട്ട് ആ മറ്റു ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്ക് മനസ്സിലാവണം ഈ പേഷ്യന്റ്
ഇന്ന സ്ഥലത്ത് നിന്ന് വന്നിരിക്കുന്ന ഇന്ന പേരുള്ള പേഷ്യന്റ് ആണ് എന്ന ഐഡന്റിഫിക്കേഷൻ ലേബലുകൾ അതിനോടൊപ്പം ഉണ്ടായിരിക്കണം. അടുത്തതാണ് പേഷ്യൻസിന്റെ ബിലോങ്ങിങ്സ് അല്ലെ, പേഷ്യൻസിന്റെ സാധനങ്ങൾ. അപ്പൊ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് പേഷ്യൻസിന് അവരുടെ കൂടെ കൊണ്ടുപോകാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് എക്സ്റേ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, പേഷ്യന്റ് റെക്കോർഡ് ആൻഡ് ഫയൽ. ഇനി ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവർ എക്സ്റേ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്റേയുടെ ഷീറ്റും കാര്യങ്ങളും റിപ്പോർട്ടുകൾ ഉണ്ടാവും. അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ, പലതരത്തിലുള്ള പരിശോധനകളൊക്കെ അവർക്ക് നടത്തിയിട്ടുണ്ടാവും. അതിന്റെയൊക്കെ റിപ്പോർട്ടുകൾ അവർക്ക് ഇവര് അതിന്റെ കൂടെ വെക്കാറുണ്ട്. പിന്നെ പേഷ്യൻസിന്റെ റെക്കോർഡ് ആൻഡ് ഫയൽ അല്ലെ, പേഷ്യൻസിന്റെ റെക്കോർഡും ഫയലും ഒക്കെ നമ്മുടെ കൂടെ കയ്യിൽ കൂടെ ആ വരുന്ന നഴ്സിന്റെ കയ്യിൽ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? നമ്മൾ ഇനി പുറത്തേക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ അത് തന്നു വിടും അല്ലെ, കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ എഴുതിയ ഫയലുകളോ റെക്കോർഡുകളോ ഒക്കെ നമ്മുടെ കയ്യിൽ തന്നു വിടാറുണ്ട്. കാർഡിയാക് മോണിറ്ററിംഗ് ഇഫ് റിക്വയർഡ്, നമുക്ക് ആവശ്യമായിട്ട് വരാണെങ്കിൽ കാർഡിയാക് മോണിറ്ററിംഗ് എന്തിനു വേണ്ടിയിട്ടാ കാർഡിയാക് മോണിറ്ററിംഗ് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? പേരിൽ നിന്ന് തന്നെ അറിയണം, ഹാർട്ടിന്റെ ഫങ്ഷൻസ് അറിയാൻ വേണ്ടി അല്ലെ. നോർമൽ ആയിട്ട് അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേരിയേഷൻസ് കാണിക്കുന്നുണ്ടോ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായി വരികയാണെങ്കിൽ എല്ലാ പേഷ്യൻസിനും ചിലപ്പോൾ ആവശ്യമായി വരണമെന്നില്ല. അത് ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചിരിക്കും അല്ലെ. ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഇങ്ങനെയുള്ള കാർഡിയാക് മോണിറ്ററിംഗ് വേണമെങ്കിൽ ആവശ്യമായിട്ട് വരാണെങ്കിൽ അതും നമുക്ക് ആ ട്രാൻസ്ഫർ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എന്തൊക്കെ എക്യുപ്മെന്റ്സും ഡോക്യുമെന്റ്സും ഒക്കെയാണ് നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വേണ്ടതെന്ന് പറഞ്ഞേ. പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രെച്ചർ പോലെയുള്ള ഉപകരണങ്ങൾ ആവശ്യമാണ്. അവരെ ഐഡന്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലേബലിംഗ് ആവശ്യമാണ്. പേഷ്യൻസിന്റെ ബിലോങ്ങിങ്സ് അല്ലെങ്കിൽ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ പേഷ്യൻസിന് വേണ്ടിയിട്ട് എക്സ്റേസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ മറ്റെന്തെങ്കിലും പരിശോധനകളോ കാര്യങ്ങളോ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ടുകൾ, അതുപോലെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളോ അവരുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകളും നമുക്ക് കൊണ്ടുപോവാം. അതുപോലെ ആവശ്യമായി വരികയാണെങ്കിൽ കാർഡിയാക് മോണിറ്ററിംഗോ നമുക്ക് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അത് ആ പോയിന്റ്സ് ക്ലിയർ ആണോ? ഇനി റിപ്പീറ്റ് ചെയ്യണോ എന്തെങ്കിലും? ഓക്കെ. നെക്സ്റ്റ് വരുന്നത് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി ആണ് അല്ലെ. ആ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയുള്ള പല ഡിപ്പാർട്ട്മെന്റുകളിലേക്കോ നമ്മൾ പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. ഇനി രണ്ടാമത് പറയാൻ പോകുന്നത് ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി എന്ന് വെച്ചാൽ എന്തായിരിക്കും? എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ വിപുലമായിട്ടുള്ള ഒരു പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റാണ് അല്ലെ. നമ്മൾ ചില ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നമ്മളോട് പറയാറുണ്ട് ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഈ പേഷ്യന്റിന് വേണ്ടി ഉള്ള ട്രീറ്റ്മെന്റിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ റെഫർ ചെയ്ത് വിടുകയാണെന്ന് പറയാറുണ്ട് ഇല്ലേ. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ചില ഹോസ്പിറ്റലിൽ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ബാക്കി ചെയ്യാനുള്ള ഫെസിലിറ്റി ഒന്നും അവിടെ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് വിടാറുണ്ടോ? അങ്ങനെ വിടാറ് കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ അങ്ങനെ വിടാറുണ്ടെന്നുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് വിപുലമായിട്ട് നമുക്കൊരു പരിചരണം ആവശ്യമായിട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ വിപുലമായ ഒരു പരിചരണം കിട്ടുന്ന കേന്ദ്രങ്ങളിലേക്ക് ഈ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ പേഷ്യന്റ് അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് വിപുലമായ പരിചരണം ലഭിക്കാൻ വേണ്ടി അങ്ങനെ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ വേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് കേട്ടോ. നോക്കിയേ, സെക്കൻഡ് വൺ. Make sure that the patient's physician has written the transfer order on his chart and has completed the special transfer form ആണ് കേട്ടോ. ഫ്രം അല്ല, ഫോം ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉറപ്പുവരുത്തണം. നമുക്കറിയാം ഇപ്പൊ ഒരു പേഷ്യന്റിനെ വന്നു നമ്മൾ ഡോക്ടറെ ഡിസ്ചാർജ് ചെയ്യാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഇന്ന സ്ഥലത്തേക്ക് അവർ പോകണം എന്നാൽ ആ ഒരു ട്രാൻസ്ഫർ ഓർഡർ ആദ്യം അവർ ആ പേഷ്യന്റിനെ കാണാൻ വരുന്ന സമയത്ത് ആ ഒരു റെക്കോർഡ് അല്ലെങ്കിൽ ആ ഒരു ചാർട്ടിൽ എഴുതും ഇല്ലേ. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എങ്ങനെയാ? നമ്മുടെ ഡോക്ടർ റൗണ്ട്സിന് രാവിലെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ അവിടെ വന്ന് റൗണ്ട്സിന് വരും അല്ലെ. റൗണ്ട്സിന് വരുന്ന സമയത്ത് അല്ലെ ഡോക്ടർ പറയുന്നത് ഇന്നിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ, നമുക്ക് ഡിസ്ചാർജ് ചെയ്താ എന്ന് പറയാറില്ലേ ഡോക്ടർ? അപ്പൊ ആ ഡോക്ടർ എന്താ ചെയ്യുന്നത്? ഇന്ന് ഡിസ്ചാർജ് ആക്കാം എന്ന് ആ ചാർട്ടിൽ എഴുതി വെക്കാറില്ലേ? നമ്മുടെ മീറ്ററിൽ എഴുതുന്നല്ലേ ആ ചാർട്ടിൽ എഴുതി നഴ്സിന്റെ കയ്യിൽ കൊടുക്കുന്നത്.
അല്ലെ? അതുപോലെ ഇവിടെ ആ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലോ ഇതേപോലെ തന്നെ ആ ട്രാൻസ്ഫർ ഓർഡർ ആ ഡോക്ടർ അല്ലെങ്കിൽ ആ ഫിസിഷ്യൻ നൽകുന്ന ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു ഓർഡർ അവരവരുടെ ചാർട്ടിൽ എന്ത് ചെയ്യുന്നു? എഴുതും, റിട്ടൺ ആക്കി എഴുതും. എഴുതി വെച്ചതിന് ശേഷം കംപ്ലീറ്റ് ദ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഫോമുകളുണ്ട്. അതിൽ ഫിസിഷ്യൻ തന്നെയാണ് അത് പൂർത്തിയാക്കുന്നത്. And this form should consist of the patient's diagnostic care and summary and drug regimen and special care instructions such as diet and physiotherapy. ഈ പറയുന്ന ഫോമുകളില് ഈ പറയുന്ന ഫോമുല സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം ആണ്. അത് നമ്മുടെ ഫിസിഷ്യൻ തന്നെയാണ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അവര് തന്നെയാണ് അതിൽ എഴുതുന്നതും റിട്ടേൺ ചെയ്യുന്നതും. അപ്പൊ ആ ചാർട്ടിലും എഴുതുന്നുണ്ട്, ഈ ഫോമും അവർ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ പൂർത്തിയാകുമ്പോ ആ ഫോമിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും വെച്ച് കഴിഞ്ഞാല് പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, അവർക്ക് രോഗനിർണയം നമ്മൾ നടത്തിയതുമായി ബന്ധപ്പെട്ട സമ്മറി ഒരു സംഗ്രഹം ഉണ്ടാവും. ആൻഡ് ഡ്രഗ് റെജിമെൻ. എന്താണ് ഡ്രഗ് റെജിമെൻ എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം? നമുക്ക് ഡ്രഗ്സ് ഒക്കെ തരുമ്പോൾ നമ്മളോട് പറയാറില്ലേ, 3 നേരം 3 പ്രാവശ്യമായിട്ട് ഇത്ര അളവിലായിരിക്കണം കൊടുക്കേണ്ടത് എന്ന് പറയാറില്ലേ? അതുപോലെ തന്നെ മെഡിസിൻ, ഡ്രഗുമായി ബന്ധപ്പെട്ട മെഡിസിൻസുമായി ബന്ധപ്പെട്ട സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ആണ് ഡ്രഗ് റെജിമെൻ എന്ന് പറയുന്നത്. സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. അതായത് ഷെഡ്യൂൾ ഫോർ അഡ്മിനിസ്ട്രേറ്റിംഗ് ഡ്രഗ് ടു എ പേഷ്യന്റ്. ഒരു പേഷ്യന്റിന് ഡ്രഗ് അഡ്മിനിസ്ട്രേറ്ററിന് നൽകേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള എങ്ങനെ നൽകണം, അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങള് ഈ ഡ്രഗ് റെജിമെൻ എന്ന് പറയുന്ന ഇതില് എഴുതിയിട്ടുണ്ടാവും. ദെൻ ആ സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട പരിചരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവർക്ക് ഇതെല്ലാം സ്പെഷ്യൽ നിർദ്ദേശങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അവർ ഫോളോ ചെയ്യേണ്ട ഡയറ്റ് ഉണ്ടാവും, അവർ ചിലപ്പോൾ പല ഫിസിയോതെറാപ്പി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസും ഇതിൽ ഉൾപ്പെടും. ആദ്യത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? നമ്മളൊരു എക്സ്റ്റൻഡഡ് കെയർ ഫെസിലിറ്റി വിവിധമായിട്ടുള്ള പരിചരണം കിട്ടുന്ന കേന്ദ്രത്തിലേക്ക് നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് പറഞ്ഞത് എപ്പോഴും ഉറപ്പുവരുത്തേണ്ടത് എന്താ? പേഷ്യൻസിനെ വന്ന് കാണുന്ന ഫിസിഷ്യൻസ് എന്ത് ചെയ്യുന്നു? അവരെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ഓർഡർ അവർ ആ ചാർട്ടില് റിട്ടേൺ ചെയ്യണം, എഴുതുകയും അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്ഫർ ഫോം കംപ്ലീറ്റ് ചെയ്ത് പൂർത്തീകരിക്കുകയും ചെയ്യണം. ആ ട്രാൻസ്ഫർ ഫോമിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? പേഷ്യൻസുമായി ബന്ധപ്പെട്ട രോഗനിർണയം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള സമ്മറി ഉണ്ടാവും. അതോടൊപ്പം തന്നെ എങ്ങനെ മരുന്നുകൾ നമ്മൾ അവർക്ക് കൊടുക്കണം അതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ അവർ പാലിക്കേണ്ടതായിട്ട്, അവർ ചിലപ്പോൾ ചില ഡയറ്റുകൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും, ചില ഫിസിയോതെറാപ്പികൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസും ആ ഒരു ഫോമില് ഉൾപ്പെടുത്തി രേഖപ്പെടുത്തിയിരിക്കണം. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ. രണ്ടാമത്തത് കംപ്ലീറ്റ് ദ നഴ്സിംഗ് സമ്മറി. ഇനി ആ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ നഴ്സിംഗ് സമ്മറി. നഴ്സിംഗുമായി ബന്ധപ്പെട്ട് നമ്മുടെ പേഷ്യൻസിന് എന്തൊക്കെ പരിചരണങ്ങളാണ് നമ്മൾ കൊടുത്തത്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് കൊടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സമ്മറി രൂപീകരിക്കണം. ദാറ്റ് ഇൻക്ലൂഡ് പേഷ്യന്റ് അസസ്മെന്റ്. ഓരോ നമ്മൾ അവിടെ ഉണ്ടാകുന്ന ദിവസം ആ പേഷ്യന്റിനെ നമ്മൾ ഓരോ ദിവസവും എന്ത് ചെയ്യാറുണ്ട്? അസസ്മെന്റ് നടത്താറുണ്ട് അല്ലെ? വിലയിരുത്തൽ നടത്താറുണ്ട്. ആ പേഷ്യൻസിനെ അസസ് ചെയ്ത് അല്ലെങ്കിൽ അസസ്മെന്റ് നടത്തി അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതണം. അവരുടെ പ്രോഗ്രസ്, പുരോഗതി എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തണം. ആ നീഡ് നഴ്സിംഗ് ട്രീറ്റ്മെന്റ്. ഇനി എന്തൊക്കെ നഴ്സിംഗ് ട്രീറ്റ്മെന്റുകളാണ് അവർക്ക് ആവശ്യമുള്ളത്? കാരണം ഇവിടുത്തെ ഈ ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വിടുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അടുത്ത ഹോസ്പിറ്റലിൽ എത്തുമ്പോ എന്തൊക്കെ നഴ്സിംഗ് ട്രീറ്റ്മെന്റ് ആണ് ആവശ്യമായി വരുന്നത്, അവരുടെ പുരോഗതി എത്രത്തോളം ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇത്ര ദിവസം കൊണ്ട് നമുക്ക് ഇന്ന മാറ്റങ്ങൾ ഉണ്ടായി, ഇന്ന പ്രോഗ്രസ് ഉണ്ടായി. അതുപോലെ പേഷ്യൻസ് ഓരോ ദിവസവും ഇങ്ങനെയാണ് അവർ അസസ് ചെയ്യുമ്പോൾ ഇന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുപോലെ എന്തൊക്കെയാണ് അവർക്ക് സ്പെഷ്യൽ ആയിട്ട് വരുന്ന ആവശ്യകതകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ടു മേക്ക് ഷുവർ ദാറ്റ് കണ്ടിന്യൂറ്റി ഓഫ് കെയർ. അവിടെ ചെല്ലുമ്പോൾ മറ്റു ഹോസ്പിറ്റലിലേക്ക് ഇവർ എത്തുന്ന സമയത്ത് അവർക്ക് ആ ഒരു പരിചരണത്തിന്റെ തുടർച്ച ലഭിക്കണം അല്ലെ? അല്ലാതെ ഇവിടെ നിങ്ങൾ അവിടെ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തോട്ടെ അല്ലെങ്കിൽ എന്ത് ചെയ്തോട്ടെ, പുതിയ ഹോസ്പിറ്റൽ വരുമ്പോൾ ഞങ്ങൾ അതൊന്നും നോക്കുന്നില്ല എന്ന് പറയല്ല ചെയ്യണ്ടേ. മറിച്ച് അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് ആണോ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തിരിക്കുന്നത് അതിന്റെ തുടർ ചികിത്സയ്ക്ക് വേണ്ടി അവർ പോകുന്നത് അല്ലെ? കണ്ടിന്യൂറ്റി ഓഫ് കെയർ ആണ്. തുടർ ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെന്റ്, അവരുടെ അതുമായി ബന്ധപ്പെട്ട അവരുടെ പുരോഗതികള്, അവർക്ക് എന്തൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഇനി വേണം
ഏതൊക്കെ രീതിയിലുള്ള കെയർ ആണ് ഇനി അവർക്ക് ആവശ്യമായി വരുന്നത് മുതലായ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ആ നഴ്സിംഗ് സമ്മറിയിൽ രേഖപ്പെടുത്തിയിരിക്കണം. അങ്ങനെ രേഖപ്പെടുത്തിയാൽ മാത്രമേ അവർക്ക് മറ്റു ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ ആ ഒരു പരിചരണത്തിന് തുടർച്ച ലഭിക്കുകയുള്ളൂ. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? മനസ്സിലായോ? മൂന്നാമത്തത് സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്. നമ്മൾ ആ ഒരു ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ആ ഹോസ്പിറ്റൽ ബില്ലുകൾ എന്ത് ചെയ്യണം? സെറ്റിൽ ചെയ്യണം അല്ലെ? ആ ഹോസ്പിറ്റലിൽ ഇത്രയും ദിവസം നിന്നിട്ടുള്ള ആ ബില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് പണമൊക്കെ അടച്ച് സെറ്റിൽ ചെയ്തിട്ട് വേണം നമ്മൾ പോവാനായിട്ട്. നാലാമത്തത് റിട്ടേൺ 1 copy of transfer form and the nursing summary with the patient chart and pass on the other copy to the receiving facility. അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു ഫോം ഉണ്ട് അല്ലെ? സ്പെഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്ഫർ ഫോം നമ്മുടെ ഫിസിഷ്യൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നഴ്സിംഗ് സമ്മറിയും റെഡി ആക്കിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ രണ്ടെണ്ണത്തിന്റെയും ഓരോ കോപ്പികൾ 2 കോപ്പി ഉണ്ടാവും. അതിൽ ഒരെണ്ണം എവിടെ നിലനിർത്തും എന്നാ പറയുന്നത്? റിട്ടേൺ 1 copy of transfer form, the nursing summary with the patient chart. ആ പേഷ്യന്റിന് ആ ഹോസ്പിറ്റലിലുള്ള ചാർട്ടില്ലേ? നമുക്ക് ഓരോരുത്തർക്കും പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ ആ ചാർട്ടില് ഒരു കോപ്പി, അതായത് ഈ ട്രാൻസ്ഫർ ഫോമിന്റെയും നഴ്സിംഗ് സമ്മറിയുടെയും ഒരു കോപ്പി വെക്കും, നിലനിർത്തും. അതിന് മറ്റേ കോപ്പി എന്ത് ചെയ്യും? അവർ എവിടേക്കാണോ ഫെസിലിറ്റിക്ക് വേണ്ടി പോകുന്നത്, ട്രാൻസ്ഫർ ചെയ്ത് പോവില്ലേ ഒരു ഹോസ്പിറ്റലിലേക്ക് അല്ലെ? റെഫർ ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ ഉണ്ടാവുമല്ലോ. ആ റിസീവിംഗ് ഫെസിലിറ്റി, ഏത് ഫെസിലിറ്റിയാണോ നമ്മളെ സ്വീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളാണോ നമ്മൾ സ്വീകരിക്കാൻ പോകുന്നത്, ആ ഹോസ്പിറ്റലിലേക്ക് പാസ് ചെയ്ത് അടുത്ത കോപ്പി കൊടുക്കും. മനസ്സിലായോ? അപ്പൊ 2 കോപ്പി വേണം. അതിലൊരു കോപ്പി ട്രാൻസ്ഫർ ഫോമിന്റെയും വേണം, നഴ്സിംഗ് സമ്മറിയുടെയും വേണം. അത് രണ്ടെണ്ണത്തില് ഒരെണ്ണം ആ പേഷ്യന്റിന്റെ ചാർട്ടില് നമ്മൾ അവിടെ നിലനിർത്തുന്നു, മറ്റൊരെണ്ണം ഏത് സെന്ററിലേക്കാണോ അവർ പോകുന്നത് അവിടേക്ക് കൊടുത്തു വിടുകയും ചെയ്യും. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റൻഡഡ് കെയർ ഫെസിലിറ്റി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണോ? മിസ് എടുക്കുന്ന സ്പീഡ് കൂടുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ? നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. ഡ്രഗ് റെജിമെൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് നമ്മൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ, ഒരു ഡ്രഗ്സ് അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് പല നിർദ്ദേശങ്ങൾ തരില്ലേ? സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയായിരിക്കണം, ഷെഡ്യൂൾ ചെയ്തായിരിക്കണം മരുന്നുകൾ നമ്മൾ കഴിക്കേണ്ടത് എന്നുള്ള രീതിയിൽ തരാറില്ലേ ഡോക്ടേഴ്സ്? അതാണ് കേട്ടോ. ക്ലിയർ ആയോ? ആരാണ് ചോദിച്ചത്? ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണേ. പോയിന്റ് 1 ആണ്. പോയിന്റ് 1 പറയുന്നത് പേഷ്യൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്കല്ലേ പോകുന്നത് അല്ലെ? പുതിയൊരു കുറച്ചുകൂടി വിപുലമായിട്ടുള്ള പരിചരണം കിട്ടാൻ വേണ്ടിയിട്ട് വേറെ പുതിയ ഹോസ്പിറ്റലിലേക്കോ അങ്ങനെയുള്ള സ്ഥലത്തേക്കല്ലേ പോകുന്നത്? കുറച്ച് സ്പീഡ് കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിസിഷ്യൻസ് എന്ത് ചെയ്യണം? നീ വരുന്ന സമയത്ത് ഫിസിഷ്യൻസ് ഇവരെ ട്രാൻസ്ഫർ ചെയ്യാണ് എന്ന് മനസ്സിലായാൽ അവരെ ട്രാൻസ്ഫർ ചെയ്യണം. നമുക്ക് ഇവിടെ ആവശ്യത്തിനുള്ള ഫെസിലിറ്റി കാര്യങ്ങളില്ല എന്ന് മനസ്സിലാവുമ്പോൾ അവരെന്താ ചെയ്യേണ്ടത്? ആ ചാർട്ടില് ആ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഒരു ഓർഡർ എഴുതണം. അവർ പറയുക മാത്രമല്ല ചെയ്യേണ്ടത്, അവർ എഴുതി കൂടി വെക്കണം. അങ്ങനെ ഓർഡർ എന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഇവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അവരെ എക്സ്റ്റൻഡ് കൊടുക്കാൻ അല്ലെങ്കിൽ വിപുലമായിട്ടുള്ള പരിചരണം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് എഴുതി കൊടുക്കണം. അത് കൂടാതെ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രാൻസ്ഫർ ഫോമുകൾ ഉണ്ടായിരിക്കും. ആ ട്രാൻസ്ഫർ ഫോമും ഈ ഫിസിഷ്യൻ തന്നെ ഫിൽ ചെയ്യണം. ആ ട്രാൻസ്ഫർ ഫോമിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ആ ഫോമില് പേഷ്യൻസിന് കൊടുത്ത രോഗി
രോഗത്തെ നിർണ്ണയിക്കുന്നതിന് വേണ്ടി രോഗനിർണയവുമായി ബന്ധപ്പെട്ട സമ്മറികൾ ഉണ്ടാവും. അതുപോലെ എങ്ങനെയാണ് ഓരോ മരുന്നുകളും അവർക്ക് അഡ്മിനിസ്ട്രേറ്ററിൽ ഡെലിവർ ചെയ്ത് കൊടുക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ ഉണ്ടാവും. അതുപോലെ ഡയറ്റോ ഫിസിയോതെറാപ്പിയോ ഒക്കെ ചെയ്യേണ്ട പേഷ്യൻസ് ആണെങ്കിൽ അതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങളോ ആ ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. ക്ലിയർ ആണോ ഫസ്റ്റ് പോയിന്റ്? നമ്മൾ അടുത്തതായിട്ട് കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ്, മിസ്സിന്റെ പേര് ആതിര എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൻ പേഷ്യന്റ്. വളരെ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള വളരെ ഗുരുതരമായിട്ടുള്ള പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് എലമെന്റ്സ് അല്ലെങ്കിൽ ഘടകങ്ങളുണ്ട്. അതാണ് ഇനി പറയുന്നത്. വളരെ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് ആണ് കേട്ടോ, നോർമൽ ആയിട്ടുള്ള പേഷ്യൻസ് ഒന്നുമല്ല. വളരെ ക്രിട്ടിക്കലി വളരെ ഗുരുതരമായിട്ട് ഉള്ള അവസ്ഥയിൽ ഫേസ് ചെയ്യുന്ന പേഷ്യൻസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് എലമെന്റ്സ് അല്ലെങ്കിൽ ഘടകങ്ങളാണ് ഇനി പറയുന്നത്. അതിൽ ഒന്നാമതാണ് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ആ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഒരു ആശയവിനിമയവും. ഇപ്പൊ നമുക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആരെങ്കിലും വളരെ അടുത്തായിട്ടുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി വളരെ ക്രിട്ടിക്കലി ഇല്ലായിട്ട് കിടക്കാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഉണ്ടാവോ? ഒരു ബുദ്ധിമുട്ടുണ്ടാവോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നത്? എന്തുകൊണ്ടായിരിക്കാം? ആ പോകുന്ന വഴി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, അല്ലെ? അങ്ങനെയുള്ള ചിന്തകൾ വരില്ലേ നമുക്ക്? ഈ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് അവർ സ്വീകരിക്കോ, അല്ലെങ്കിൽ അവർ നമുക്ക് പോകുന്ന വഴി വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് വഷളാവാൻ സാധ്യതയുണ്ടോ? അങ്ങനെയുള്ള കുറെ ചിന്തകൾ വരുന്നത് കൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എടുക്കാൻ അല്ലെങ്കിൽ നല്ലൊരു ആശയവിനിമയം നടത്താനായിട്ട് ചിലപ്പോ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളൊരു തീരുമാനം എടുക്കണം. അത് അവിടെയുള്ള ഡോക്ടേഴ്സിനോട് അല്ലെങ്കിൽ നഴ്സിങ്ങിനോട് അതുപോലെ അവരുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ ആശയവിനിമയം നടത്തി അവർ നല്ല തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ദ ഡിസിഷൻ ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ഈസ് ഇമ്പോർട്ടന്റ് വൾനറബിലിറ്റി ഓഫ് എക്സ്പോഷർ ഓഫ് ദ പേഷ്യന്റ് ആൻഡ് ദ സ്റ്റാഫ് ടു എക്സ്ട്രാ റിസ്ക് ആൻഡ് എക്സ്ട്രാ എക്സ്പെൻസ് ഫോർ ദ റിലേറ്റീവ്സ് ആൻഡ് ദ ഹോസ്പിറ്റൽ. അപ്പൊ ഇങ്ങനെ ഒരു ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് ആണ്. അപ്പൊ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളോട് കൂടി മാത്രമേ അവരെ നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിന് ഒരു റിസ്ക് ഉണ്ട്, ഒത്തിരി അപകട സാധ്യതകളുണ്ട്, അല്ലെ? ഒത്തിരി അപകട സാധ്യതകളുണ്ട്. അതുപോലെ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്, അല്ലെ? നമുക്ക് സാധാരണ രീതിയിലുള്ള ഒരു ആംബുലൻസിലോ കാര്യങ്ങളോ ഇവർ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. എല്ലാ രീതിയിലുമുള്ള സജ്ജീകരണങ്ങളോട് കൂടിയുള്ള ഒരു ആംബുലൻസിലോ കാര്യങ്ങളിലോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് എക്സ്പെൻസീവ് ആണ്, ചിലവ് ഏറും, അല്ലെ? അങ്ങനെയുള്ള എക്സ്പെൻസീവ് ആണ്. അതുപോലെ അപകട സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഷിഫ്റ്റിങ്ങിനെ കുറിച്ചുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് വളരെ ദുർബലരായി മാറുന്നത്. ആ ഒരു തീരുമാനം ചിലപ്പോൾ നമുക്ക് നന്നായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതാണ് ആ ഫസ്റ്റ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Decision to shift the patient is important vulnerability of exposure of the patient and the staff to extra risk and extra expense for the relatives at the hospital. ആ ഹോസ്പിറ്റലിനും ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിസ്കുമാണ്, അപകട സാധ്യതയും വളരെയധികം കൂടുതലായതുകൊണ്ട് വൾനറബിലിറ്റി ഓഫ് എക്സ്പോഷർ, അവർക്ക് ആ ഒരു ദുർബലത അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു പേഷ്യന്റിനെ ഇവിടെ നിന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം എന്നൊരു തീരുമാനം എടുക്കാനായിട്ട് കുറച്ച് ദുർബലരാവാം, അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വരാം. Then the decision to transfer the patient is decided by a senior consultant level doctor by way of discussion with the patient's relatives about the benefits and risks
ഇൻവോൾവ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ, ഒരു തീരുമാനം എടുത്തു എന്ന് വിചാരിക്കുക, നമ്മള് ഒരു ഡിസിഷൻ എടുക്കുകയാണ്, നമുക്ക് എന്തായാലും ഈ പേഷ്യന്റിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവാം. അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം എടുക്കുന്നത് ആ പേഷ്യന്റുമായി ബന്ധപ്പെട്ട ആരൊക്കെ ചേർന്നായിരിക്കും? ഡിസൈഡഡ് ബൈ എ സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ. സീനിയർ ആയിട്ടുള്ള കൺസൾട്ടന്റ് ലെവലിലുള്ള ഒരു ഡോക്ടറും അതോടൊപ്പം തന്നെ ഡോക്ടർ മാത്രം തീരുമാനിച്ചാൽ ഇവരുടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? അത് തീരുമാനം എടുക്കാൻ പറ്റുമോ? ഡോക്ടർ മാത്രം വിചാരിച്ചാൽ മതിയോ ഇവിടെ നിന്ന് ഇവരെ കൊണ്ടുപോവാം, ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളത് അല്ല. അവരുടെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ഉണ്ടാവും അല്ലെ, ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോട് എന്ത് പറയണം? ഈ പറയുന്ന ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിയാൽ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് അതുവഴി കിട്ടും അല്ലെ? എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയണം അല്ലെ, അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടും. ഇപ്പൊ ഒരു പുതിയ ഇപ്പൊ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു വലിയ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോ ഈ പേഷ്യന്റിന്റെ കണ്ടീഷൻ നമുക്ക് നല്ല രീതിയിൽ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നേട്ടങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ റിസ്കും ഉണ്ട് അല്ലെ, കൊണ്ടുപോകുന്നതിന്റെ മധ്യേ ചിലപ്പോൾ അവർ മരണപ്പെടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവാം അല്ലെ. ഒത്തിരി ദൂരമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ പോകുന്നതിന്റെ ഇടയിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ വന്ന് ചിലപ്പോൾ അവർ മരണപ്പെടാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള അപകട സാധ്യതകളും പറഞ്ഞു കൊടുക്കണം. അതോടൊപ്പം തന്നെ ബെനിഫിറ്റ്സ് നേട്ടങ്ങളും പറഞ്ഞു കൊടുത്ത് ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനും കൂടി ഓക്കെ ആണെങ്കിൽ ആ സീനിയർ കൺസൾട്ടന്റ് ലെവലിലുള്ള ഡോക്ടർക്ക് ആ ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുക്കാവുന്നതാണ്. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് മനസ്സിലായോ? അപ്പൊ ഡിസിഷൻ എടുക്കുന്നത് ഒരിക്കലും ആ സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ മാത്രമല്ല, അതോടൊപ്പം തന്നെ ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോട് ഇതുമായി ബന്ധപ്പെട്ട ബെനിഫിറ്റ്സും റിസ്കും ഒക്കെ പറഞ്ഞു കൊടുത്ത് അവരുടെയും കൂടി സമ്മതത്തോടു കൂടിയാണ് ഈ പറയുന്ന തീരുമാനം എടുക്കുക. മൂന്നാമത് written and informed consent of the patient relatives along with the reason to transfer is compulsory before the transfer. ഈ മൂന്നാമത് എന്താ പറയുന്നത്? written and informed consent. നമുക്കറിയാം എന്തൊരു കാര്യം പേഷ്യന്റുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ട്രീറ്റ്മെന്റ് തുടങ്ങിയാലോ അല്ലെങ്കിൽ അവരൊന്ന് ഷിഫ്റ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ പേഷ്യൻസിന് റിലേറ്റീവിൽ നിന്നുള്ള സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങാറുണ്ട് അല്ലെ, കൺസേൺ വാങ്ങാറില്ലേ, സമ്മതപത്രം വാങ്ങാറുണ്ട്. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിൽ നിന്ന് എഴുതിയിട്ടുള്ള ഇൻഫോം ചെയ്ത് നമുക്ക് അവര് ഇൻഫർമേഷൻ തന്നു, ഈ പറയുന്ന കാര്യം ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ്സും റിസ്കും ഒക്കെ നമുക്ക് പറഞ്ഞു തന്ന് ഇൻഫർമേഷൻ തന്ന് അവരിൽ നിന്ന് കൺസേൺ ലെറ്റർ എഴുതി വാങ്ങണം. അങ്ങനെ എഴുതി വാങ്ങുന്നത് നിർബന്ധമാണ്, കമ്പൽസറിയാണ്. നിർബന്ധമായിട്ട് ഇതോടൊപ്പം തന്നെ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് നിർബന്ധമായിട്ടും അവരുടെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിൽ നിന്നും അവർക്ക് ഇൻഫർമേഷൻസ് പറഞ്ഞു കൊടുത്ത് അവരിൽ നിന്ന് ആ ഒരു കൺസേൺ ലെറ്റർ എഴുതി ഒപ്പിട്ട് വാങ്ങേണ്ടതാണ്. നെക്സ്റ്റ് പറയുന്നത് a direct communication between the shifting and receiving facility should be by sharing complete information on the patient's clinical condition, treatment being given, reason for transfer, and method of transfer and timeline of transfer in a written document. ഇനി എന്താ പറയുന്നത്? ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, നമുക്കൊരു നേരിട്ട്, അതായത് നമുക്കറിയാം ഇപ്പൊ ഒരു ഇങ്ങനെ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഒരു പേഷ്യന്റ് അല്ലേ പോകുന്നത്, അപ്പൊ ഈ ഹോസ്പിറ്റലിലാണ് ഏത് ഹോസ്പിറ്റലിലേക്കാണോ അവരെ കൊണ്ടുപോകുന്നത് അവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തും. അറിയാമോ? അത് അവർ കമ്മ്യൂണിക്കേഷൻ നടത്തും. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെയുള്ള കണ്ടീഷനിലുള്ള ഒരു പേഷ്യന്റിനെ റെഫർ ചെയ്ത് അങ്ങോട്ട് വിടുന്നുണ്ട്, അപ്പൊ അവർ ഇത്ര സമയത്തിനുള്ളിൽ അവരെ എത്തിച്ചേരും, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നതാണ്. അപ്പൊ അതിനു വേണ്ടി അവരൊരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തുന്നത്. ആ രണ്ട് ഫെസിലിറ്റികളും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. അതിനു വേണ്ടി ഇപ്പൊ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാണ്, ആ ഷിഫ്റ്റ് ചെയ്യുന്ന ഹോസ്പിറ്റലും അവരെ റിസീവ് ചെയ്യാൻ പോകുന്ന ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഫെസിലിറ്റികളും തമ്മിൽ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആശയവിനിമയം അവർ എന്ത് ചെയ്യുന്നു? ഈ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ആ പേഷ്യൻസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പൂർണ്ണ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ വിവരങ്ങള്, ആ പേഷ്യന്റിന്റെ ക്ലിനിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, അതുപോലെ എന്തൊക്കെ നിലവിൽ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് അവർ കൊടുത്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അവരെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിന്റെ റീസൺ വേണം അല്ലെ, കാരണം എന്തുകൊണ്ടാണ് അവരെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇനി ഏത് രീതിയിലാണ് നമ്മൾ അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ആംബുലൻസിലൂടെയാണോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ കൂടെയാണോ, ഇനി ഏത് സമയത്താണ് അവരെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ടൈം ലൈൻ ഓഫ് ട്രാൻസ്ഫർ ഏത് സമയത്താണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നെല്ലാം ഒരു റിട്ടൺ ഡോക്യുമെന്റിൽ എഴുതുകയും അതോടൊപ്പം തന്നെ ഡയറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷനിലൂടെ അവരെ അറിയിക്കുകയും ചെയ്യുക.
മനസ്സിലായോ? അപ്പൊ ഒരു ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് എന്താണ് ശരിക്കും പറയുന്നത്? ഈ പേഷ്യന്റിനെ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം. അതോടൊപ്പം തന്നെ ആ തീരുമാനം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ആശയവിനിമയം നടത്തണം, അല്ലെ? ഒരു ഫിസിഷ്യൻ അങ്ങനെ ഒരു തീരുമാനം, അല്ലെങ്കിൽ സീനിയർ കൺസൾട്ടന്റ് അങ്ങനെ തീരുമാനം എടുക്കണമെങ്കിൽ ആരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തണം? ആരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണ്ടേ? പേഷ്യൻസിന്റെ റിലേറ്റീവ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി അവരുടെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ പോകുന്നത്, ഏത് ഹോസ്പിറ്റലിലാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, റിസീവ് ചെയ്യുന്ന ഫെസിലിറ്റി ഏതാണോ അവര് തമ്മിലും നല്ലൊരു രീതിയിലുള്ള ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആശയവിനിമയം, ഒരു ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ചില സമയത്ത് ആ ഡിസിഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം എന്തുകൊണ്ടാ? ആ ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ആ റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ള അപകട സാധ്യതകളും ഉള്ളത് കൊണ്ട് തന്നെ ഈ തീരുമാനം എടുക്കാൻ ചിലപ്പോൾ അവർ ദുർബലരായിരിക്കാം. ഇനി ഒരു തീരുമാനം എടുക്കാം എന്ന് പറയാൻ നമ്മളൊരു ഷിഫ്റ്റ് ചെയ്യാം എന്ന തീരുമാനം എടുക്കുന്നത് ഒരിക്കലും ആ സീനിയർ കൺസൾട്ടന്റ് ലെവലുള്ള ഡോക്ടർ മാത്രമല്ല, ആ ഡോക്ടർ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ റിസ്കുകളും ബെനിഫിറ്റ്സും ആ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനോട് പറഞ്ഞു കൊടുക്കണം. അവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ ഈ തീരുമാനം എടുക്കാൻ പാടുള്ളൂ. മൂന്നാമത് പറഞ്ഞത് പേഷ്യൻസിനെ എന്നുള്ള റിലേറ്റീവ്സുമായി ബന്ധപ്പെട്ട അവർക്ക് എല്ലാ ഇൻഫർമേഷൻസും ഇതുമായി ബന്ധപ്പെട്ടത് പറഞ്ഞു കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് അവരിൽ നിന്ന് കൺസേൺ ലെറ്റർ, സമ്മതപത്രം എഴുതി ഒപ്പിട്ട് വാങ്ങേണ്ടതാണ്. ലാസ്റ്റ് പറഞ്ഞത് ഇങ്ങനെ ഒരു ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ നടത്തണം. ആരുമായിട്ട്? ഒരു റിട്ടൺ ഡോക്യുമെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡയറക്റ്റ് നേരിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക. അപ്പൊ ഈ പറയുന്ന ആ ഹോസ്പിറ്റൽ, ഏത് ഹോസ്പിറ്റലിൽ നിന്നാണോ ട്രാൻസ്ഫർ ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് വിടുന്നത്, ഏത് ഹോസ്പിറ്റലാണോ അവരെ റിസീവ് ചെയ്യുന്നത്, ആ രണ്ട് ഫെസിലിറ്റികളും തമ്മിലാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടത്. നിലവിലെ പേഷ്യന്റിന്റെ ക്ലിനിക്കൽ കണ്ടീഷൻ എങ്ങനെയാണ്, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ ഇവരിവിടുന്ന് കൊടുത്തിട്ടുണ്ട്, എന്താണ് ആ ഒരു ട്രാൻസ്ഫർ ചെയ്യാനുള്ള കാരണം, എന്താണ്, ഏത് മെത്തേഡിലൂടെയാണ് ഇവരിവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് വിടുന്നത്, ആ സമയം മുതലായ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടും ഉണ്ടായിരിക്കണം. വേഗം ഒന്ന് വായിച്ചു നോക്കി. ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ ആണോ? ഓക്കെ, ഇപ്പൊ നമ്മൾ നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ്. വൾനറബിലിറ്റി എന്ന് പറഞ്ഞാൽ ദുർബലത. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. രണ്ടാമത്തതാണ് പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. നമുക്ക് ഇത്രയും ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെ? അവരുടെ ഒരു സ്റ്റെബിലൈസേഷൻ, അവരുടെ ഒരു സ്ഥിരത ഉറപ്പിക്കണം. അതുപോലെ അതിനുവേണ്ടി പലതരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്, അല്ലെ? ഇവരെ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവിടെ എത്തുന്നത് വരെ അവർ നല്ല രീതിയിൽ ബാലൻസ്ഡ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥിരതയൊക്കെ കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ഥിരത കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? അതിൽ ഒന്നാമത് പ്രോപ്പർ ആൻഡ് ക്ലിയർ പ്രിപ്പറേഷൻ ആൻഡ് ഇക്വിലിബ്രിയം ഓഫ് ദ പേഷ്യന്റ് ഷുഡ് ബി ഡൺ prior to transfer to prevent any hostile events or deterioration worsening of the patient's clinical condition. അതാണ് ഇപ്പൊ നമ്മളൊരു പ്രോപ്പർ ആയിട്ട് പോകുന്ന സമയത്ത് ആ ഒരു പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ആ പേഷ്യന്റിന്റെ
ക്ലിനിക്കൽ കണ്ടീഷനിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും മോശമായ ഒരു അവസ്ഥ ഉണ്ടാവുകയോ അല്ലെങ്കിൽ എന്താണ് മറ്റെന്തെങ്കിലും നല്ല രീതിയിലുള്ള പെട്ടെന്ന് വേറെ എന്തെങ്കിലും ശരിയായ നല്ല രീതിയിലുള്ള സംഭവങ്ങളല്ലാതെ പെട്ടെന്ന് വേറെ എന്തെങ്കിലും ഇവന്റ്സോ കാര്യങ്ങളോ ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് മുൻപായിട്ട് അവരുടെ ആ ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ആ ഒരു സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ബാലൻസ് കൃത്യമായിട്ട് നിലനിർത്തണം. അപ്പൊ ബോഡിയുമായി ബന്ധപ്പെട്ട് അവരുടെ നല്ല രീതിയിൽ അവർ ബ്രീതിങ് ചെയ്യുന്നുണ്ടോ, അതുപോലെ അവർ എന്താണ് മറ്റ് എയർവേ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടോ, ബ്രീതിങ് ക്ലിയർ ആണോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അവരുടെ സർക്കുലേഷൻ എങ്ങനെയാണ്, ഡിസബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ന്യൂറോളജിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രീ റിക്വസിറ്റ് പ്രീ ആയിട്ട് നമ്മൾ മുൻപായുള്ള ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചെക്ക് ചെയ്ത് അത് സ്റ്റേബിൾ ആക്കിയിട്ട് വേണം ഈ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് വിടാനായിട്ട്. അല്ലാത്ത പക്ഷം ആ പോകുന്ന സമയത്ത് ചിലപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന വഴിയിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മറ്റെന്തെങ്കിലും എന്താണ് പെട്ടെന്ന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സംഭവങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ക്ലിനിക്കൽ കണ്ടീഷൻ ചിലപ്പോൾ മോശമാവുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ തടയുന്നതിന് വേണ്ടിയാണ് ഈ പേഷ്യൻസിന് ഇങ്ങനെ ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ആ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തിയിട്ട് വേണം ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്നത്. Then the patient should be properly revived and balanced to the maximum extent possible without wasting undue time. അതായത് ഇവിടെ ഒത്തിരി സമയമൊന്നും വേസ്റ്റ് ചെയ്യാതെ മാക്സിമം എത്ര നേരം അവർ ബാലൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ബാലൻസ് ചെയ്ത രീതിയിൽ നിലനിർത്തുമോ അതിനനുസരിച്ച് അവരെ റിവൈവ് ചെയ്യുക അല്ലെങ്കിൽ പുനരുജ്ജീവിപ്പിക്കുകയും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുക. അപ്പൊ അവർ ആ ഒരു മറ്റൊരു ഫെസിലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല അല്ലെ, മറ്റൊരു ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെയെങ്കിലും അവർ എത്ര സമയം മാക്സിമം അവർക്ക് നിലനിർത്താൻ പറ്റുമോ നല്ല ബാലൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിൽ അതിനനുസരിച്ചുള്ള ആവശ്യമായ റിവൈവ് അല്ലെങ്കിൽ പുനരുജ്ജീവനങ്ങളും അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇൻ ദ കോഴ്സ് ഓഫ് പ്രിപ്പറേഷൻ അതിനുവേണ്ടി നമ്മൾ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ആദ്യം പേഷ്യൻസിന്റെ ABCD ചെക്ക് ചെയ്യുക. എന്താണ് ABCD ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേത്? ABCD ചോദിക്കാറുണ്ട് കേട്ടോ. എയർവേ, A for airway, B എന്തിനു വേണ്ടിയാ? ബ്രീത്തിങ്, and C സർക്കുലേഷൻ, R ഡിസബിലിറ്റി. ഇത് ഓരോന്നും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇപ്പൊ ഒന്ന് നോക്കിയാൽ മതി, ഓരോന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ABCD ആദ്യം എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യുന്നു. അതിന്റെ എയർവേ വളരെ കറക്റ്റ് ആണോ, ബ്രീതിങ് നന്നായിട്ട് നടക്കുന്നുണ്ടോ, സർക്കുലേഷൻ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, ഡിസബിലിറ്റി നല്ല രീതിയിലാണോ, I should be examined. Any connected curable problems should be rectified. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അത് ഉടനെ എന്ത് ചെയ്യണം? പരിഹരിച്ചു നൽകുകയും ചെയ്യുക. ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ദ യൂസ് ഓഫ് പ്രീ ട്രാൻസ്ഫർ ചെക്ക് ലിസ്റ്റ് ഹെൽപ്ഫുൾ. അപ്പൊ നമുക്ക് ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ഒരു ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അതായത് എയർവേ ചെക്ക് ചെയ്തോ, ബ്രീതിങ് ഓക്കെയാണോ, സർക്കുലേഷൻ ഓക്കെയാണോ, ഡിസബിലിറ്റി ഓക്കെയാണോ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെക്ക് ലിസ്റ്റ് സഹായത്തോടു കൂടി അത് തയ്യാറാക്കി നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്ന് നോക്കി അവരെ സ്റ്റേബിൾ ആക്കിയിട്ട് വേണം നമ്മൾ അവിടെ ട്രാൻസ്ഫറേഷൻ ചെയ്യാനായിട്ട്, ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വിടാനായിട്ട്. അപ്പൊ എപ്പോഴും ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ അവരെ സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ സ്ഥിരത വരുത്തണം. അതിനു വേണ്ടിയുള്ള കുറച്ച് തയ്യാറെടുപ്പുകളും നടത്തണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവരെ എപ്പോഴും ഇങ്ങനെ ഒരു മോശം സ്ഥിതിയിലേക്ക് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എത്താതിരിക്കുന്നതിന് വേണ്ടി, പെട്ടെന്ന് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി തടയുന്നതിന് വേണ്ടി ആ പേഷ്യൻസിൽ ഒരു സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ബാലൻസ് നിലനിർത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. അത് എത്രത്തോളം മാക്സിമം സമയം അവർ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയത്തിൽ നിലനിർത്തുമോ അല്ലെങ്കിൽ ആ ഒരു ബാലൻസിൽ നിലനിർത്താൻ പറ്റുമോ അത്രയും സമയം നിലനിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത്. അതിനുവേണ്ടി പ്രിപ്പറേഷനിൽ ആദ്യമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പരിശോധിക്കേണ്ടത് അവരുടെ ABC എങ്ങനെയാണ്, ABCD എങ്ങനെയാണെന്നുള്ളതാണ്. എയർവേ എങ്ങനെയാണ്, ബ്രീത്തിങ് എങ്ങനെയാണ്, സർക്കുലേഷൻ എങ്ങനെയാണ്, ഡിസബിലിറ്റി എങ്ങനെയാണ് മുതലായ കാര്യങ്ങൾ ആദ്യം ചെക്ക് ചെയ്യണം. അതിനുശേഷം ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രോബ്ലംസ് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ അത് അപ്പൊ തന്നെ ഉടനടി പരിഹരിച്ച് നൽകുകയും ഈ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ചെക്ക് ലിസ്റ്റ് ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആണോ, അവർ സ്റ്റേബിൾ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെക്ക് ലിസ്റ്റുകൾ ഉപയോഗിച്ചത് ചെക്ക് ചെയ്യുകയും ചെയ്യുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. സെക്കൻഡ് വൺ.
ഡിറ്റീരിയറേഷൻ എന്ന് പറഞ്ഞാല് ദുർബലത അല്ലെങ്കിൽ മോശമാവുന്ന ഒരു അവസ്ഥയില്ലേ, അവരുടെ ക്ലിനിക്കൽ കണ്ടീഷൻ വഷളാവുന്ന അല്ലെങ്കിൽ മോശമാവുന്ന അവസ്ഥ. ടെസ്റ്റ് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് വേഗത്തില് പെട്ടെന്ന് എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇപ്പൊ നമ്മൾ ഈ ABCDയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഓരോന്നും നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് എയർവേ. എയർവേ എന്താണ്? എയർവേ എന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഒരു ക്രിട്ടിക്കലി ഇല്ലാതുള്ള ഒരു പേഷ്യന്റിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ശ്വസനവുമായി ബന്ധപ്പെട്ടൊക്കെ ശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ ശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നത് കൊണ്ട് തന്നെ അവരുടെ എയർവേ ഒക്കെ പ്രോപ്പർ ആയിട്ട് നല്ല രീതിയിലാണോ, അവർക്ക് നല്ല രീതിയിൽ ശ്വസനം നടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് അവിടെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിൽ എയർവേ നോക്കുമ്പോൾ the patients with possibility of airway compromise in the course of transfer should be electively intubated with an endotracheal tube, that is ETT, with a cuff which should be fixed properly after verifying its exact position. അപ്പൊ ഇവിടെ എയർവേയുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കാം. നമ്മുടെ ഈ എയർവേ എന്ന് പറയുന്ന അവർ നല്ല രീതിയിൽ അവിടെ ശ്വസനത്തിന് ബുദ്ധിമുട്ടുള്ള ആളുകളാണ് അല്ലെ, വളരെ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ ശ്വസനത്തിന് ബുദ്ധിമുട്ടുള്ള ആളുകളായതുകൊണ്ട് തന്നെ അവരെ നമ്മുടെ ഒരു ട്യൂബ് നമ്മുടെ എന്തിലൂടെ ഇറക്കണം, എൻഡോട്രക്കിയൽ ട്യൂബ് ആണ് ഇറക്കുന്നത്. എൻഡോട്രക്കിയൽ ട്യൂബ് അല്ലെങ്കിൽ ETT, അതിന്റെ എക്സ്പാൻഡ് ഫോമും ഷോർട്ട് ഫോമും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. എൻഡോട്രക്കിയൽ ട്യൂബ് അല്ലെങ്കിൽ ETT എന്ത് ചെയ്യുന്നു, നമ്മുടെ ശ്വസന അന്നനാളത്തിലേക്ക്, നമ്മുടെ ട്രക്കിയ എന്ന് പറയുന്ന ഏരിയ ഏതാണ്, നമ്മുടെ കഴുത്തിന്റെ തൊട്ട് താഴെയുള്ള ഏരിയ ആണ്, നെക്കിന്റെ തൊട്ട് താഴെയുള്ള ഏരിയ, ട്രക്കിയയിലൂടെ ഈ പറയുന്ന എൻഡോട്രക്കിയൽ ട്യൂബ് അന്നനാളത്തിലേക്ക് ഇറക്കി ശ്വസനം സുഗമമാക്കുന്നതിനെയാണ് ഇൻറ്റുബേറ്റഡ് വിത്ത് ആൻ എൻഡോട്രക്കിയൽ ട്യൂബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ എൻഡോട്രക്കിയൽ ട്യൂബ് ഉപയോഗിച്ചുകൊണ്ട് ആ ശ്വസനം നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടി സുഗമമാക്കുന്നു. ആ ആളുകൾക്ക് കഫ് ഉണ്ടാവും. കഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു മാസ്ക് പോലെ വെക്കാറില്ലേ പേഷ്യൻസിന്, കണ്ടിട്ടില്ലേ?
ഗുരുതരാവസ്ഥയിൽ ഇരിക്കുന്ന പേഷ്യൻസിനൊക്കെ മാസ്ക് പോലെ വെച്ചിട്ട് അവരുടെ ഈ നെക്കിന്റെ ഭാഗത്ത് ഒരു മുറിവുണ്ടാക്കി അവരെന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നോസിലൂടെയും ചെയ്യാറുണ്ട്, കൂടുതലും നെക്കിന്റെ ഈ ട്രക്കിയുടെ ഭാഗത്ത് ഒരു മുറിവുണ്ടാക്കി അതിലൂടെ ഈ എൻഡോട്രക്കിയൽ ട്യൂബ് ഇറക്കി വെച്ചുകൊണ്ട് അവർക്ക് ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കേട്ടോ അത്. അപ്പൊ അങ്ങനെ ഒരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്ത് അവർക്ക് ആ കഫൊക്കെ വെച്ചുകൊണ്ട് വിച്ച് ഷുഡ് ബി ഫിക്സഡ് പ്രോപ്പർലി ആഫ്റ്റർ വെരിഫൈങ് ഫിക്സഡ് പൊസിഷൻ, കൃത്യമായ പൊസിഷനിലാണോ അത് വെച്ചിരിക്കുന്നത് എന്ന് പരിശോധിക്കണം. അതുപോലെ തന്നെ വളരെ ഫിക്സഡ് പ്രോപ്പർലി ശരിയായ രീതിയിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അവർക്ക് പ്രോപ്പർ ആയിട്ട് അതിലൂടെ ശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. Some patients need a properly placed nasogastric tube in order to prevent aspiration of gastric contents during transfer. ഇനി എന്തായിരിക്കും ഒരു നാസോഗ്യാസ്ട്രിക് ട്യൂബ് എന്ന് പറയുന്നത്? എന്തിനു വേണ്ടി ആയിരിക്കാം? അതായത് മൂക്കിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ അന്നനാളത്തിലൂടെയൊക്കെ വയറിലേക്ക് ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഇറക്കുന്ന ഒരു പ്രൊസീജിയർ ആണ്. അങ്ങനെ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ഇറക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? എന്തിനു വേണ്ടിയാവാം? അതായത് ഇവിടെ കൂടുതലും നമ്മുടെ ഗ്യാസ്ട്രിക് കണ്ടൻസ് ഡ്യൂറിങ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണ അവശിഷ്ടങ്ങളോ കാര്യങ്ങളോ നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് ഇവരുടെ ലെൻസിലേക്ക് ഇൻഹേൽ ചെയ്യുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നാസോഗ്യാസ്ട്രിക് ട്യൂബുകളൊക്കെ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ലിക്വിഡ്സോ മറ്റ് ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും ഇവരുടെ ആ ഒരു ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് ശ്വസിക്കുന്ന സമയത്ത് അതിലേക്ക് പോകാൻ പാടില്ല. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള നാസോഗ്യാസ്ട്രിക് ട്യൂബുകളും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ the cervical spine stabilization may be needed in some trauma patients. നമ്മുടെ cervical spine എന്ന് പറയുന്നത് എവിടത്തെ നട്ടലിന്റെ ഏത് ഭാഗമാണ്? cervical spine എന്ന് പറയുമ്പോ ഏത് ഭാഗമാണ്? നമ്മുടെ കഴുത്തിന്റെ ഭാഗമാണ്. കഴുത്തിന്റെ നട്ടലിന്റെ നമ്മുടെ കഴുത്തിന്റെ ഭാഗമല്ലേ, ആ കഴുത്തിന്റെ ഭാഗത്തെ നട്ടല് ഒരു സ്ഥിരത വരാൻ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഒരു സ്ഥിരതയോടെ നിർത്താൻ വേണ്ടി. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ട്രോമ അല്ലെങ്കിൽ ആഘാതമൊക്കെ ഏറ്റ പേഷ്യൻസ്, വളരെ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് അല്ലേ, അപ്പൊ അവരുടെ കഴുത്തിന്റെ ആ ഭാഗമൊക്കെ ഇളകി ഒന്നും ഇതാവാതിരിക്കാൻ വേണ്ടി സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു എയർവേ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? കൃത്യമായ എയർവേ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ മാറ്റി ബ്രീത്തിങ് എളുപ്പമാക്കി നൽകുന്നതിന് വേണ്ടി നമ്മളൊരു എൻഡോട്രക്കിയൽ ട്യൂബ് ട്രക്കിയുടെ ഭാഗത്തൂടെ ഇവരുടെ എന്ത് ചെയ്യുന്നു, അന്നനാളത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഉള്ളിലേക്ക് കടത്തി വിടുന്ന ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ അത് എങ്ങനെയാണ്? ശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനാണ്. ഇപ്പൊ ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നു, നമ്മുടെ കഫ് പോലെയുള്ള അല്ലെങ്കിൽ മാസ്ക് പോലെയുള്ളവ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ എൻഡോട്രക്കിയൽ ട്യൂബ് അതിന്റെ അന്നനാളത്തിലേക്ക് ട്രക്കിയിലൂടെ ഇറക്കിക്കൊണ്ട് നമ്മൾ കൃത്രിമ ശ്വാസമാണ് നൽകുന്നത് അല്ലെ, നമ്മൾ കൃത്രിമ ശ്വാസം നൽകുന്ന പ്രൊസീജിയർ ആണ്. അപ്പൊ അങ്ങനെ ട്രക്കിയിലൂടെ ഇതുവരുടെ ആ ഒരു വിൻപൈപ്പ് അല്ലെങ്കിൽ ട്രക്കിയിലൂടെ നമ്മൾ ഇത് ഇറക്കുന്ന സമയത്ത് ആ പേഷ്യൻസിനെ ബ്രീത്ത് ചെയ്യാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് അങ്ങനെ ബ്രീത്ത് ചെയ്യാൻ സഹായിക്കുന്നത് കൂടാതെ രണ്ടാമത് എന്താ പറയുന്നത്, അത് കൃത്യമായിട്ടുള്ള പൊസിഷനിലാണോ ഇരിക്കുന്നത്, കൃത്യമായിട്ട് അത് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, അപ്പൊ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇത് പോവാനൊന്നും പാടില്ല അല്ലെ, അപ്പൊ അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ നേസോഗ്യാസ്ട്രിക് ട്യൂബുകൾ, അതായത് നമ്മുടെ വയറിലൂടെ നമ്മുടെ മൂക്കിലൂടെ നമ്മുടെ അന്നനാളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അന്നനാളത്തിലൂടെ നമ്മുടെ വയറിലേക്ക് ഒരു പ്ലാസ്റ്റിക് ട്യൂബ് കടത്തിവിടുന്നു. ഈ കൂടുതൽ അങ്ങനെയുള്ള നാസോഗ്യാസ്ട്രിക് ട്യൂബ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്ലാസ്റ്റിക് ട്യൂബ് കടത്തിവിടുന്നത്, സ്മോൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ട്യൂബ് കടത്തിവിടുന്നതിന് വേണ്ടിയാ ഈ പറയുന്ന ആസ്പിരേഷൻ നമ്മൾ ഇൻഹേൽ ചെയ്യുമ്പോൾ ശ്വസിക്കുന്ന സമയത്ത് ഗ്യാസ്ട്രിക് കണ്ടൻസ് അല്ലെങ്കിൽ ഫ്ലൂയിഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും അവരുടെ ഇൻഹേൽ ചെയ്യുമ്പോൾ ശ്വസിക്കുന്ന സമയത്ത് അതിലേക്ക് പോവാതിരിക്കുക, ലെൻസിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത് പറഞ്ഞത് സെർവിക്കൽ സ്പൈൻ, നമ്മുടെ കഴുത്തിന്റെ ഭാഗത്തുള്ള നട്ടലിന്റെ ഭാഗം വളരെ സ്ഥിരതയോടെ ഇരിക്കാൻ, സ്റ്റെബിലിറ്റിയോടെ ഇരിക്കാൻ വേണ്ടിയിട്ട്, അത് പ്രത്യേകിച്ചും നമ്മുടെ ട്രോമ അല്ലെങ്കിൽ വളരെ വലിയ ആഘാതങ്ങളൊക്കെ സംഭവിച്ച് ക്രിട്ടിക്കലി ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ആ ബോഡിയൊക്കെ ആ ഒരു ഭാഗമൊക്കെ അനങ്ങാതെ സ്ഥിരമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? എയർവേ മനസ്സിലായോ? ഓക്കെ ആണോ?
ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കി. വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഓക്കെ, അപ്പൊ നമ്മള് രണ്ടാമത്തതാണ് ബ്രീത്തിങ്. ബി ഫോർ ബ്രീത്തിങ്. ബ്രീത്തിങ്ങിനെ വിളിക്കാൻ നോക്കിയേ. The ventilation should be sufficiently regulated with optimization of the arterial blood gas values. In the suspected pneumothorax, chest drain should be installed before transfer, especially before air transfer. രണ്ട് കാര്യങ്ങളാണ് ബ്രീത്തിങ്ങിന് പറയുന്നത്. അതായത് ശരിയായ രീതിയിലുള്ള വായു സഞ്ചാരം അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതുകൂടാതെ ബ്ലഡിലെ, നമ്മുടെ ആർട്ടീരിയൽ ബ്ലഡിലുള്ള ഗ്യാസിന്റെ വാല്യൂസ്, എ ബി ജി എന്നൊക്കെ നമ്മൾ പറയും ഷോർട്ട് ആയിട്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഗ്യാസിന്റെ വാല്യൂ, അതായത് നമ്മുടെ കാർബൺ ഡയോക്സൈഡ്, അതുപോലെ ഓക്സിജൻ മുതലായവയുടെ പ്രഷർ എത്രത്തോളം ഉണ്ട്, ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. അതായത് ഇവിടെ മതിയായ അളവില് ഇവർക്ക് ആ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ ആർട്ടീരിയൽ ബ്ലഡിലെ ഗ്യാസിന്റെ വാല്യൂസ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ക്രമീകരിക്കുകയും കൃത്യമായിട്ട് അത് നിയന്ത്രിച്ച് സഫിഷ്യന്റ് ആയിട്ട് അത് നിയന്ത്രിച്ച് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ അവർക്ക് ആവശ്യമായ വായുസഞ്ചാരം, ഓക്സിജൻ അവർക്ക് കിട്ടുന്നുണ്ട്, അവർക്ക് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് അവർ പുറന്തള്ളുന്നുണ്ട്, ആ ഒരു ഗ്യാസ് എക്സ്ചേഞ്ച് പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. രണ്ടാമത്തത് പറയുന്നത് സസ്പെക്റ്റഡ് ന്യൂമോതൊറാക്സ്. എന്താണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്? എന്താണ് എന്നറിയോ? ന്യൂമോതൊറാക്സ് എന്ന് പറയാൻ നമ്മുടെ ശ്വാസകോശം ഇല്ലേ, നമ്മുടെ ശ്വാസകോശവും അതുപോലെ തന്നെ നമ്മുടെ നെഞ്ചിന്റെയും ഭിത്തിക്കിടയില് വായു വന്ന് നിറയുന്നതിനെയാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് വായു ശേഖരിക്കുന്ന സമയത്ത് അത് അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. അപ്പൊ അങ്ങനെ ഒരു വായു ശേഖരണം കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചെസ്റ്റ് ഡ്രെയിൻ ചെയ്യണം. അതായത് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ടുപോകുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവിടെ ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ, എന്താണ് ഒരു ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞാല് അറിയോ? ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞാല് ഇതൊരു ട്യൂബാണ് കേട്ടോ. ഒരു ട്യൂബ് നമ്മൾ എന്ത് ചെയ്യുന്നു, ചെസ്റ്റിന്റെ ആ ഭാഗം എവിടേക്കാണോ ആ ഒരു എയർ ഉള്ളത് ആ ഭാഗത്തേക്ക് ഒരു ട്യൂബ് ഇട്ടുകൊണ്ട്, ഒരു ട്യൂബ് പ്ലേസ് ചെയ്തുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്ന എയർ ആവാം, അല്ലെങ്കിൽ ബ്ലഡ് ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സോ കാര്യങ്ങളോ ഒക്കെ എന്ത് ചെയ്യുന്നു, ഡ്രെയിൻ ചെയ്ത് വലിച്ചെടുക്കുന്നതിനെയാണ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം എന്ന് പറയുന്നത്, ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട അവരുടെ പ്രോപ്പർ ആയിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള വായുസഞ്ചാരം ലഭ്യമാണോ, അതിനു വേണ്ടിയിട്ട് അവരുടെ ആർട്ടീരിയൽ ബ്ലഡിലുള്ള ഗ്യാസിന്റെ വാല്യൂകള് ചെക്ക് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് ക്രമീകരിച്ച് നിലനിർത്തുന്നു, റെഗുലേറ്റ് ചെയ്ത് നിലനിർത്തുന്നു. അതിൽ ഓക്സിജനും അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡും പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് അവിടെ നടക്കുന്നുണ്ടോ എന്നൊക്കെ നമ്മള് പറഞ്ഞത്. ന്യൂമോതൊറാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്വസനകോശം അല്ലെങ്കിൽ ശ്വാസകോശത്തിന്റെയും നെഞ്ചിന്റെയും ഇടയിലുള്ള ഭിത്തികളില് വായു ശേഖരിക്കപ്പെടുന്നതിനെയാണ് ന്യൂമോതൊറാക്സ് എന്ന് പറയാം. അങ്ങനെ വായു ശേഖരിച്ചപ്പെട്ടാൽ അവർക്ക് നല്ല രീതിയിലുള്ള ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ട് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്ത് ആ ട്യൂബിലൂടെ ആവശ്യമില്ലാത്ത എയറോ ഫ്ലൂയിഡോ അല്ലെങ്കിൽ ബ്ലഡോ ഒക്കെ വലിച്ചെടുത്ത് ഡ്രെയിൻ ചെയ്ത് കളയുന്നതിനെയാണ് ചെസ്റ്റ് ഡ്രെയിൻ എന്ന് പറയുന്ന ആ ട്യൂബ് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തെടുത്തുകൊണ്ട് അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇതൊക്കെ ക്ലിയർ ചെയ്തിട്ടായിരിക്കണം നമ്മൾ അവരെ വിടേണ്ടത്. ക്ലിയർ ആണോ? ബ്രീത്തിങ് മനസ്സിലായോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാത്ത? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് ഇത് രണ്ടെണ്ണം എടുക്കുന്നുള്ളൂ, സർക്കുലേഷൻ പറയാനുള്ള ടൈം ഇല്ല. അപ്പൊ എയർവേയും ബ്രീത്തിങ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ.
ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും കാര്യം നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. താങ്ക് യു.